എല്ലാവർക്കും എജുബ്ലേറ്റ്സിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളുടെ കാറ്റഗറി 2 സോഷ്യൽ സയൻസിൽ 2022 നമുക്ക് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. 2022 കാറ്റഗറി 2 എക്സാമിന് നമുക്ക് സോഷ്യൽ സയൻസിൽ നിന്ന് ഹിസ്റ്ററിയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു 10ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചോദ്യങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ ഉത്തരങ്ങൾ, അതിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ, ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എജുബ്ലേറ്റ്സിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമുക്ക് ആദ്യത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചോദ്യം ഇതാണ്: സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ്? എന്ന പ്രസ്താവന ആരുടേതാണ്? ആരാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഹു മെയ്ഡ് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് സ്വരാജ് ഇസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്? ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരാണെന്നാണ് ചോദ്യം. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതാരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആനി ബെസന്റ് ആണോ, ദാദാഭായ് നവറോജി ആണോ, ബാലഗംഗാധര തിലകാണോ, ഫിറോസ് ഷാ മെഹ്ത ആണോ എന്നാണ് ചോദ്യം. ഇവരെല്ലാവരും കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടുണ്ടായിരുന്ന ആളുകളാണ്. ആനി ബെസന്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. കോൺഗ്രസിൽ നിന്ന് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന ആദ്യത്തെ വനിതയാണ് ആനി ബെസന്റ്. അവര് അയർലൻഡിൽ നിന്ന് വന്ന ആളാണ്. ആനി ബെസന്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അവര് തിയോസഫിക്കൽ സൊസൈറ്റി, അതുപോലെ തന്നെ ഹോം റൂൾ ലീഗ് ഒക്കെ അവരാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യം ശരിക്കും നമ്മളെ 10ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാരണം 10ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിൽ നമുക്ക് ചാപ്റ്റർ ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഈ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ബോക്സിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോട്ടൊക്കെ അതിൽ നിങ്ങൾക്ക് കാണാം. അപ്പോ ആരാണ്? ദാദാഭായ് നവറോജി ആണോ? ദാദാഭായ് നവറോജിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. കോൺഗ്രസിന്റെ ആദ്യകാല നേതാക്കന്മാരിൽ ഒരാളാണ് ദാദാഭായ് നവറോജി. ഒരു പാർസി മതക്കാരനാണ് ദാദാഭായ് നവറോജി. പിന്നെ ബാലഗംഗാധര തിലക്, ഫിറോസ് ഷാ മെഹ്ത, ഇവർ രണ്ടും കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെയാണ്. അപ്പോൾ ദാദാഭായ് നവറോജി, അതുപോലെ തന്നെ ഫിറോസ് ഷാ മെഹ്ത, ഇവരൊക്കെ മോഡറേറ്റുകളായിട്ടുണ്ടായിരുന്ന ആളുകളാണ്. ബാലഗംഗാധര തിലകാണ് എക്സ്ട്രീമിസ്റ്റ്. അപ്പോൾ ബാലഗംഗാധര തിലകാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാലഗംഗാധര തിലകാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മറ്റാരുമല്ല, ബാലഗംഗാധര തിലകാണ്. ആ ചോദ്യം അത് നിങ്ങൾ ഓർത്തിരിക്കാൻ മറക്കരുത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം നമ്മളെ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. 8ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിൽ റിവർ വാലി സിവിലൈസേഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. മഹാസ്നാനഘട്ടം സ്ഥിതി ചെയ്യുന്നത്, അതായത് ഗ്രേറ്റ് ബാത്ത് സിറ്റുവേറ്റഡ് ഇൻ, ഗ്രേറ്റ് ബാത്ത് എവിടുന്നാണ് നമുക്ക് ഗ്രേറ്റ് ബാത്തിന്റെ തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. അപ്പോ നിങ്ങൾക്കറിയാം, ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതായത് നമ്മളെ ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ മഹാസ്നാനഘട്ടം, അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്ത്, അല്ലെങ്കിൽ കുളിപ്പുര എന്നൊക്കെ നമ്മൾ പറയും. അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് സ്വിമ്മിംഗ് പൂൾ ആണ് ഈ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. അപ്പൊ അത് എവിടുന്നാണ് കണ്ടുകിട്ടിയിട്ടുണ്ടായിരുന്നത്? അത് ഉണ്ടായിരുന്ന പ്രദേശം ഏതാണെന്നാണ് ചോദ്യം. ലോത്തലാണോ, മോഹൻജദാരാണോ, ഹാരപ്പയാണോ, ബനാവലിയാണോ എന്നാണ് ചോദ്യം. ഇതൊക്കെ ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ സൈറ്റുകളാണ്. ഇവിടുന്നൊക്കെയാണ് ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ലോത്തല്, മോഹൻജദാരോ, ഹാരപ്പ, ബനാവലി. ഇപ്പോൾ ലോത്തൽ എന്നാണ് നമുക്ക് ഡോക്യാർഡ്, അതായത് ഒരു ഷിപ്പ് നിർത്താൻ പറ്റുന്ന സ്ഥലം, അതിന്റെ തെളിവ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ലോത്തൽ എന്ന ഡോക്യാർഡ്. അതിന്റെ തെളിവ് ലോത്തൽ നിന്നാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ കൃഷി ഹാരപ്പക്കാരെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബനാവലിയിൽ നിന്നാണ്. അതുപോലെ തന്നെ അപ്പോ ഇവിടെ ചോദ്യം മഹാസ്നാനഘട്ടം, ഈ ഗ്രേറ്റ് ബാത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്രേറ്റ് ബാത്ത് ആ ഒരൊറ്റ പ്രദേശത്ത് മാത്രമേ ഉള്ളൂ. ഹാരപ്പയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് സൈറ്റുകൾ ഉണ്ട്. അപ്പൊ അതിൽ വളരെ കുറഞ്ഞ സൈറ്റുകൾ മാത്രമേ നമ്മൾ ഇന്നും എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളൂ. 100ന്റെ താഴെ സൈറ്റുകൾ മാത്രമേ നമ്മൾ ഇന്ന് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആ സൈറ്റുകളിൽ ഒരൊറ്റ സൈറ്റിൽ മാത്രമാണ് ഈ ഗ്രേറ്റ് ബാത്ത് ഉള്ളത്. ഓക്കെ. ഇപ്പൊ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഓരോ പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഗ്രാനറി, ധാന്യപ്പുര നമുക്ക് ഹാരപ്പയിലും മോഹൻജദാരോയിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും.
ഹാരപ്പക്കാരുടെ ഡ്രെയിനേജ് സംവിധാനം, ഹാരപ്പയിലും മോഹൻജോദാരോ ലോത്തലിലും ബനാവലിയിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കനാലുകൾ, ഇതെല്ലാം മറ്റെല്ലാ ഫീച്ചേഴ്സും ഒട്ടുമിക്ക എല്ലാ പ്രദേശങ്ങളും നമുക്ക് കാണാം. പക്ഷെ ഈ ഗ്രേറ്റ് ബാത്ത് നമുക്ക് ഒരൊറ്റ സൈറ്റിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് എവിടെയാണെന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ അതിന്റെയൊക്കെ ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എവിടെയാണ്? മോഹൻജോദാരോയിൽ മാത്രമാണ് നമുക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. മഹാസ്നാനഘട്ടം മോഹൻജോദാരോയിൽ മാത്രമുള്ള ഒരു നിർമ്മിതിയാണ് ഈ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗ്രേറ്റ് ബാത്തിൽ ശരിക്കും പ്രധാനമായിട്ടും പൂജാരിമാരൊക്കെ ആയിട്ടുണ്ടായിരുന്ന ആളുകൾ പൂജകളൊക്കെ ചെയ്യുന്നതിന് മുന്നേ കുളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അതിന് ഒരു വിശ്വാസം. അപ്പൊ അതിന് ചുറ്റും റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് കുളി കഴിഞ്ഞ് ഡ്രസ്സപ്പ് ചെയ്യാനും അതിനൊക്കെയുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡ്രെയിനേജിന് ഇതിന് ഈ ഗ്രേറ്റ് ബാത്തിന് ഡ്രെയിനേജുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് ഈ ഡ്രെയിനേജിലോട്ട് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു കിണർ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഫെസിലിറ്റീസ് ഈ മോഹൻജോദാരോയിലെ ഈ ഗ്രേറ്റ് ബാത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കാം, മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്തൊരു ചോദ്യം നമ്മളെ 9ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: വാസ്കോ ഡ ഗാമ കാപ്പാട് എത്തിയ വർഷം ഏതാണെന്നാണ് ചോദ്യം. ഈ ഒരു ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മളെ 9ാം ക്ലാസ്സിന്റെ തന്നെ, ഓർമ്മശരിയാണെന്നുണ്ടെങ്കിൽ 9ാം ക്ലാസ്സിന്റെ തന്നെ സോഷ്യൽ സയൻസിൽ ജിയോഗ്രഫിയിൽ കാറ്റിനെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. വിൻഡിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിന്റെ തുടക്കത്തിൽ ഒരു വലിയൊരു എക്സ്ട്രാക്ട് പോലെ കൊടുത്തിട്ടുണ്ട്. വാസ്കോ ഡ ഗാമയുടെ യാത്രയെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, പുള്ളി എത്ര കപ്പലിലാണ് വന്നിട്ടുണ്ടായിരുന്നത്, എന്താണ് പുള്ളിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ചാപ്റ്ററിൽ വിൻഡിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ 9ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് ഓർമ്മശരിയാണെന്നുണ്ടെങ്കിൽ അതിലുണ്ട്. ഒരു വലിയൊരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ വലിയൊരു എക്സ്ട്രാക്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഗാമ വന്നതിനെ കുറിച്ചിട്ട് എല്ലാം, എത്ര ആൾക്കാരുണ്ടായിരുന്നു, എത്ര ഷിപ്പിൽ വന്നു, എപ്പോ എത്തി, എപ്പോ മടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. ഇപ്പോ ചോദ്യം ഇവിടെ എങ്ങനെയാണ്: വാസ്കോ ഡ ഗാമ കാപ്പാട് എത്തിച്ചേർന്ന വർഷം, ആ ഇയർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എപ്പോഴാണ് വാസ്കോ ഡ ഗാമ എത്തിയിട്ടുള്ളത്? പോർച്ചുഗീസുകാരനാണ് ഗാമ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പോർച്ചുഗലിലെ രാജാവായിട്ടുണ്ടായിരുന്ന മാനുവൽ ചക്രവർത്തിയാണ് ഈ ഗാമനെ അയച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഗാമ അല്ല കേട്ടോ ഇന്ത്യയിലോട്ട് വരാനിരുന്നിട്ടുണ്ടായിരുന്ന വ്യക്തി. പക്ഷെ വരാൻ ഓൾറെഡി തീരുമാനിച്ച വ്യക്തിക്ക് എന്തോ ഒരു അസൗകര്യം കാരണമായിക്കൊണ്ട് ആ യാത്ര നടക്കാതായപ്പോ ആ യാത്രക്ക് പിന്നീട് മാനുവൽ രാജാവ് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്ന വ്യക്തി മാത്രമാണ് വാസ്കോ ഡ ഗാമ. കാരണം ഈ മാനുവൽ രാജാവിന്റെ കൊട്ടാരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു വാസ്കോ ഡ ഗാമയുടെ ഫാദർ. അപ്പൊ ആ ഇടപെടൽ മൂലമാണ് വാസ്കോ ഡ ഗാമക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഗാമ എത്തിയിട്ടുണ്ടായിരുന്ന 1400-ലാണോ 1900-ലാണോ 1490-ലാണോ 98-ലാണോ 1510-ലാണോ എന്നാണ് ചോദ്യം. എപ്പോഴാണ് വാസ്കോ ഡ ഗാമ കപ്പലിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്? ഗാമ അദ്ദേഹത്തിന്റെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 1497 ജൂലൈ മാസത്തിലാണ് ഗാമ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1498 ഗാമ എത്തിയിട്ടുണ്ടായിരുന്നു. ഗാമ കാപ്പാടാണ് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. 1498 മെയ് മാസത്തിൽ ഗാമ എത്തി. മെയ് മാസം ഒരു 17-ന്റെയും 20-ന്റെ ഇടയിൽ എപ്പോഴാണ് അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം, മറക്കരുത്. എന്നിട്ട് അതേ വർഷം തന്നെ ഓഗസ്റ്റ് മാസത്തിൽ എങ്ങാനും അദ്ദേഹം തിരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ കൂടെയാണ്. സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ കൂടെ അദ്ദേഹം വന്നു. അതേപോലെ അദ്ദേഹം തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് ഇതേ മൺസൂണിന്റെ കൂടെയാണ്, സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ കൂടെ. ശരിക്കും അദ്ദേഹം തിരിച്ചു പോകേണ്ടത് നോർത്ത് ഈസ്റ്റ് മൺസൂണിന്റെ കൂടെയാണ് തിരിച്ചു പോകേണ്ടത്. പക്ഷെ ഇദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞു, പക്ഷെ ഇദ്ദേഹം അത് കേട്ടില്ല. ഇദ്ദേഹം സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ കൂടെ തന്നെ പോയി. അപ്പൊ കാറ്റിന് ഓപ്പോസിറ്റ് സഞ്ചരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അങ്ങനെ 20 ദിവസം കൊണ്ട് എത്തേണ്ട ജേണി അദ്ദേഹത്തിന് 100 ദിവസം ആവേണ്ടി വന്നു. 20 ദിവസം കൊണ്ട് എത്തേണ്ട ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴിക്കോട്ട് നിന്ന് ആഫ്രിക്ക വരെ, ഓക്കെ, മൊസാംബിക്ക്, മൊംബാസ ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ താണ്ടി, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഒക്കെ താണ്ടിയിട്ടാണ് പുള്ളി വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോ 1497 അദ്ദേഹം യാത്ര പുറപ്പെട്ടു. ഏകദേശം ഒരു 10 മാസത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന് സമയം എടുത്തിട്ടുണ്ട് ജേണിക്ക്. പക്ഷെ 10 മാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹം ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ വന്ന് അവിടെ കുറച്ചു കാലം താമസിച്ച് പിന്നെ ഈ മൊംബാസ, മൊസാംബിക്ക് പ്രദേശങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങിയിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ലേറ്റ് ആയി. ശരിക്കും കോഴിക്കോട്ട് നിന്ന് യൂറോപ്പിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നിയർലി ഒരു 40-45 ഡേയ്സ് അല്ലെങ്കിൽ 50 ഡേയ്സ് മാക്സിമം വരാം. അത് 2 മാസത്തിനുള്ളിൽ എത്താവുന്നതേ ഉള്ളൂ.
ഓക്കെ. പക്ഷെ ഇദ്ദേഹം സമയം എടുക്കാനുള്ള കാരണം അതാണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക, മറക്കരുത്. ഓക്കെ. അപ്പൊ ജിയോഗ്രഫിക്കൽ ഡിസ്കവറീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് അത്. ആ ജിയോഗ്രഫിക്കൽ ഡിസ്കവറീസിനെ കുറിച്ചിട്ട് നമ്മളെ പുതിയ 10ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിലെ ഈ ഹ്യൂമാനിസം റെനേസൻസിനെ കുറിച്ച് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത ചോദ്യം റെനേസൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അപ്പോ റെനേസൻസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ 3-4 വർഷത്തെ ചോദ്യ പേപ്പറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്, റെനേസൻസുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വർഷവും നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ റെനേസൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. റെനേസൻസ് നമ്മളെ ഫ്രീഡം സ്ട്രഗിൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സിന്ധു നദി അല്ല ഈ റിവർ വാലി സിവിലൈസേഷൻ, ഇപ്പോ നമുക്ക് ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, നമ്മളെ മെസൊപ്പൊട്ടാമിയയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ നമുക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ഹാരപ്പയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. സിവിലൈസേഷന്, റെനേസൻസ്, ഫ്രീഡം സ്ട്രഗിള്, 1857 കലാപം, ഇതൊക്കെയാണ് നമുക്ക് കേട്ടറ്റിന് ഹിസ്റ്ററിയിൽ നിന്ന് ഹിസ്റ്ററിയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ അതേപോലത്തെ ഒരു ചോദ്യമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മൊണാലിസ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. മൊണാലിസ എന്ന് പറയുന്ന പെയിന്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരുപാട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ദ മൊണാലിസ ഇസ് റിലേറ്റഡ് വിത്ത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മൊണാലിസ എന്നാണ് ചോദ്യം. ആരാണ്? ലിയനാർഡോ ഡാവിഞ്ചി, റഫേല്, മൈക്കലാഞ്ചലോ, ഇറാസ്മസ്. ഓക്കെ. അപ്പൊ ഇതില് ആദ്യത്തെ 3 ആളുകളും എന്താണ്, പെയിന്റേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ആളുകളാണ്. ഡാവിഞ്ചി ആവട്ടെ, റഫേൽ ആവട്ടെ, മൈക്കലാഞ്ചലോ ഒരു ശില്പിയുമാണ്. അറ്റ് ദ സെയിം ടൈം പുള്ളി ഒരു ആർക്കിടെക്ട് ആണ്. അറ്റ് ദ സെയിം ടൈം പുള്ളി എന്താണ്, ഒരു പെയിന്ററും കൂടെയാണ് മൈക്കലാഞ്ചലോ. ഇപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇറ്റലിയിലെ സിസ്റ്റീൻ ഷാപ്പൽ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളി. അപ്പോ വത്തിക്കാനില്. അപ്പൊ ആ പള്ളിയിൽ ഉള്ള പെയിന്റിംഗ് ഒക്കെ ഇപ്പോ ക്രിയേഷൻ ഓഫ് ആദം, അതുപോലെ തന്നെ എക്സ്പൾഷൻ ഓഫ് ആദം ആൻഡ് ഈവ് ഫ്രം ഹെവൻ, അങ്ങനെയുള്ള ഒരുപാട് പെയിന്റിങ്ങുകൾ പുള്ളി ചെയ്തിട്ടുണ്ട് അതിന്റെ റൂഫിൽ, ആ പള്ളിയുടെ റൂഫിൽ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിന്റിംഗ് ആണ്. അപ്പൊ മൈക്കലാഞ്ചലോ ഒരു പെയിന്ററാണ്. പിന്നെ ഇറാസ്മസ് ഒരു എഴുത്തുകാരനാണ്. അപ്പോ ഇറാസ്മസ് അല്ല എന്തായാലും. പിന്നെ ഇവിടെ 3 ആൾക്കാരാണുള്ളത്. ആരാണ്? മൊണാലിസ. നിങ്ങൾക്കറിയാം മൊണാലിസ ആരാണ്? ഡാവിഞ്ചിയാണ് മൊണാലിസ. 1500കളുടെ തുടക്കത്തിലാണ് പുള്ളി മൊണാലിസ എന്ന് പറയുന്ന പെയിന്റിങ് വരച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും മൊണാലിസ എന്ന് പറയുന്നത് 2 വേർഡാണ്. മൊണ എന്ന് പറയുന്നത് മാഡം എന്നുള്ള ഒരു മീനിങ്ങും, ലിസ എന്നാണ് ശരിക്കും ആ ലേഡിയുടെ പേര്. അപ്പൊ ഈ ലിസ എന്ന് പറയുന്നത് ശരിക്കും അന്നത്തെ കാലഘട്ടത്തിലെ ഇറ്റലിയിലെ ഒരു കച്ചവടക്കാരന്റെ, ഫ്ലോറൻസ് ആണെന്നാണ് തോന്നുന്നത്, ഫ്ലോറൻസിലെ ഒരു കച്ചവടക്കാരന്റെ വൈഫാണ്. അതായത് സിൽക്ക് കച്ചവടക്കാരൻ, സിൽക്ക് മെർച്ചന്റിന്റെ വൈഫാണ് ശരിക്കും ഈ ലിസ. അപ്പോ അവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വൈഫാണ് ഇത് ഡാവിഞ്ചിയെ കൊണ്ട് വരപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം, മറക്കരുത്. ഓക്കെ. ഡാവിഞ്ചിയാണ് അത് വരച്ചിട്ടുണ്ടായിരുന്നത്, ശ്രദ്ധിക്കുക കേട്ടോ. ലിയനാർഡോ ഡാവിഞ്ചിയുടെ പെയിന്റിംഗ് ആണ് മൊണാലിസ. അതുപോലെ തന്നെ ലാസ്റ്റ് സപ്പർ, ഇതൊക്കെ ഡാവിഞ്ചിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പെയിന്റിങ്സ് ആണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം, മറക്കരുത്, ശ്രദ്ധിക്കാം. ഓക്കെ. പിന്നെ അടുത്ത ചോദ്യം റെനേസൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഓക്കെ. അപ്പോ നമുക്ക് ടോപ്പ് പ്രയോറിറ്റി കൊടുക്കാവുന്ന ഒരു സബ്ജക്ട് തന്നെയാണ്, ഒരു ഏരിയ തന്നെയാണ് റെനേസൻസ്. കാരണം 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് റെനേസൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരാറുണ്ട്. കഴിഞ്ഞ വട്ടം നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്തും 2021 ഒക്കെ നമുക്ക് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ റെനേസൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇപ്പൊ 3 ചോദ്യങ്ങൾ റെനേസൻസുമായിട്ട് വന്നു കഴിഞ്ഞു. ഇപ്പോ ജിയോഗ്രഫിക്കൽ ഡിസ്കവറീസ് ഇയാളുടെ വാസ്കോഡഗാമയുടെ ഒരു ചോദ്യം, പിന്നെ ഡാവിഞ്ചിയുടെ ഒരു ചോദ്യം, ഇപ്പൊ 3ാമത്തെ ചോദ്യം. അപ്പോ നല്ല ടോപ്പ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ട ഒരു ഏരിയയാണ് റെനേസൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് ആരാണെന്നാണ് ചോദ്യം. അച്ചടിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തം റെനേസൻസുമായിട്ട്, നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ്. അപ്പൊ അച്ചടിയന്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് ആരാണെന്നാണ് ചോദ്യം. ഗലീലിയോ, ഗുട്ടൻബർഗ്, ഐസക് ന്യൂട്ടന്, കെപ്ലർ, അല്ലെ? നിങ്ങൾക്കറിയാം ഇതില് 3 ആളുകൾ എന്താണ്, സയന്റിസ്റ്റുകൾ ആയിട്ടുണ്ടായിരുന്ന ആളുകളാണ്. ഇപ്പൊ ഗലീലിയോയെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഗലീലിയോയെ കുറിച്ചിട്ട് അറിയാം. ഇപ്പോ ടെലസ്കോപ്പ്, പെൻഡുലം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഗലീലിയോയുടെ കണ്ടുപിടുത്തങ്ങളായിട്ടുണ്ട്. ഒരു മാത്തമാറ്റീഷ്യനും കൂടെയാണ് ഗലീലിയോ. ഓക്കെ.
അപ്പോ അത് നിങ്ങൾക്കറിയാം. പിന്നെ ഐസക് ന്യൂട്ടനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഐസക് ന്യൂട്ടൻ ഒരു പ്രധാനപ്പെട്ട സയന്റിസ്റ്റ് ആണ്. ഗ്രാവിറ്റി ഐസക് ന്യൂട്ടന്റേതാണ്, അത് നിങ്ങൾക്കറിയാം. പിന്നെ കെപ്ലറെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരാള് കെപ്ലറാണ്. അതായത് കോപ്പർനിക്കസ് ആണ് അത് ആദ്യം പറയുന്നത്. കോപ്പർനിക്കസ് പറഞ്ഞു എന്ത്, ഭൂമി ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാണെന്ന് പറഞ്ഞു. കെപ്ലർ പറഞ്ഞു അല്ല, അത് കുറെ കൂടി ഒരു ഓവൽ ഷേപ്പിലാണ്, ഈ ഒരു ഷേപ്പിലാണ് ഇത് ഭ്രമണപഥം സാധനങ്ങളൊക്കെ ഉള്ളത്. ഈ ഒരു ഷേപ്പിലാണ് ഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ചുറ്റുന്നത്. ഇവിടെ സൂര്യനാണ്, സൂര്യന് ചുറ്റും ഇപ്പൊ ഭൂമിയുണ്ട്, അങ്ങനെയുള്ള ഓരോ ഗ്രഹങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പൊ അത് സൂര്യനെ സർക്കിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ സൂര്യനെ ചുറ്റുന്നത് ഈ ഒരു ഷേപ്പിലാണ്, ഓവൽ ഷേപ്പിലാണ്. കെപ്ലർ പറഞ്ഞ അത് റൗണ്ട് ഷേപ്പ് ആണെന്നാണ് കെപ്ലർ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഒരു വ്യത്യാസം. അപ്പോ ഇവര് 3 പേരും ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ അപ്പോ ഇനി ബാക്കി റിമൈൻ ചെയ്യുന്ന ആരാണ്? ഗുട്ടൻബർഗ് ആണ്. അപ്പൊ ഗുട്ടൻബർഗ് ആണ് ശരിക്കും ഇത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. 1450 ആ ഒരു സമയത്താണ്, എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്താണ് ഗുട്ടൻബർഗ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. 1485 ആ ഒരു കാലഘട്ടത്തിലാണ് ഗുട്ടൻബർഗ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ട് അച്ചടിച്ചിട്ടുണ്ടായിരുന്നത് ബൈബിൾ ആണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം, മറക്കരുത്. പിന്നെ നമ്മളെ ഈ റിവർ വാലി സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ റിവർ വാലി സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് 2 ചോദ്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോ ചോദ്യം ഇങ്ങനെയാണ്: മെസപ്പൊട്ടാമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട നദിയുടെ പേര് എഴുതാൻ അല്ലെങ്കിൽ പേര് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷന്റെ നദി, മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന നദി ഏതാണെന്നാണ് ചോദ്യം. നൈൽ നദിയാണോ, ഒയാംഗോ നദിയാണോ, സിന്ധു നദിയാണോ, യൂഫ്രട്ടീസ് നദിയാണോ എന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം ഈ 4 പ്രധാനപ്പെട്ട സിവിലൈസേഷനുകൾ ഉണ്ട്. ബ്രോൺസ് ഏജ് സിവിലൈസേഷനുകൾ നമ്മൾ പറയും. മെസപ്പൊട്ടാമിയൻ, ഈജിപ്ത്, ഹാരപ്പ, പിന്നെ ചൈനീസ്. ഈ 4 സിവിലൈസേഷനുകളും 4 ഡിഫറെന്റ് ആയിട്ടുള്ള നദീതടങ്ങളിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ 4നെയും റിവർ വാലി സിവിലൈസേഷൻസ്, നദീതട സംസ്കാരങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രോൺസ് ഏജ് കാലഘട്ടത്തിൽ ഈ 4 സിവിലൈസേഷനുകളും വെങ്കല യുഗത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. 4ഉം ഏകദേശം ഒരേ സമയത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിവിലൈസേഷനുകളാണ്. ഓരോ പ്രദേശങ്ങളിൽ ഇപ്പൊ ഈജിപ്തില് നമ്മളെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉണ്ട്. പിന്നെ ഇറാഖ് റീജിയനിലാണ് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ സിന്ധു നദിയുടെ തീരത്ത് നമ്മളെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്താണ് ഹാരപ്പൻ സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ചൈനയിലെ യെല്ലോ റിവറിന്റെ ഒക്കെ തീരത്താണ് ഈ നമ്മളുടെ ചൈനീസ് സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോങ്ഹോ അല്ലെങ്കിൽ യെല്ലോ റിവർ എന്നാണ് അത് അറിയപ്പെട്ടത് കേട്ടോ, ചൈനീസ് സിവിലൈസേഷൻ. അപ്പോ നൈൽ നദി നിങ്ങൾക്കറിയാം ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ്. പിന്നെ ഹോങ്ഹോ ചൈനീസ് സിവിലൈസേഷൻ ആണ്. പിന്നെ സിന്ധു നദി നിങ്ങൾക്കറിയാം ഏതാണ്? ഹാരപ്പയാണ്, അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്. യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസിന്റെയും യൂഫ്രട്ടീസ് നദിയുടെയും തീരത്താണ് ഏത് നമ്മളെ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസ് 2 നദികളുടെ ഇടയിൽ, ബാക്കിയുള്ളതൊക്കെ ഒരൊറ്റ നദിയാണ്. നൈല്, സിന്ധു, ഹോങ്ഹോ ഒക്കെ ഒറ്റ നദിയാണ്. 2 നദികളുടെ തീരത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രദേശമാണ് മെസപ്പൊട്ടാമിയ എന്ന് നമ്മൾ പറയുന്നത്. നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് മെസപ്പൊട്ടാമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു മീനിങ്. ഓക്കെ, മെസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ എന്നാണ് മീനിങ്. പൊട്ടാമിയ അല്ലെങ്കിൽ പൊട്ടാമസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നദികൾ എന്നുള്ള. അപ്പോൾ നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടാമിയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാൻ മറക്കരുത്. പിന്നെ അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം നമ്മുടെ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കുണ്ടറ വിളംബരം അത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. കുണ്ടറ പ്രൊക്ലമേഷൻ ഇസ് റിലേറ്റഡ് വിത്ത്, ആരുമായിട്ട് അത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. 19ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് ഈ കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. ആരാണ്? പാലിയത്തച്ഛനാണോ, പഴശ്ശിരാജാണോ, സ്വാതി തിരുനാളാണോ, വേലുത്തമ്പിയാണോ? ആരാണ്? സ്വാതി തിരുനാളല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പിന്നെ പഴശ്ശിരാജയും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പിന്നെ അതിൽ ബാക്കിയാവുന്നത് വേലുത്തമ്പിയും പാലിയത്തച്ഛനുമാണ്. വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും ഒരുമിച്ചാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾക്കറിയാലോ. ഇപ്പോ കൊച്ചിയിലെ
ദളവ അല്ലെങ്കിൽ കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്നു പാലിയത്തച്ഛൻ. തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അവിടുത്തെ ദളവയായിരുന്നു വേലുത്തമ്പി. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചുകൊണ്ട് 19-ാം നൂറ്റാണ്ടില് ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ കുണ്ട്ര വിളംബരം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? കുണ്ട്ര വിളംബരം ബന്ധപ്പെട്ടിരിക്കുന്നത് വേലുത്തമ്പി ദളവയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കേട്ടോ. വേലുത്തമ്പി ദളവയാണ് ഈ കുണ്ട്ര വിളംബരം ശരിക്കും നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം, മറക്കരുത്. ഓക്കെ, ഈ കുണ്ട്ര വിളംബരത്തിൽ എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സായുധ സമരത്തിന് എല്ലാവരും തയ്യാറാകുക എന്നുള്ളൊരു ആഹ്വാനമാണ്. ഹെൽപ്പ് ചെയ്യുക, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതാണ് ഈ കുണ്ട്ര വിളംബരത്തിൽ ശരിക്കും നടന്നിട്ടുണ്ടായിരുന്നത്. അതിന് ആ ജനങ്ങളോട് തന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് വേലുത്തമ്പി അല്ലെങ്കിൽ ജനങ്ങളോട് ഒന്ന് സജ്ജരാവാൻ വേണ്ടിയിട്ട് വേലുത്തമ്പി ദളവ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഈ കുണ്ട്ര വിളംബരം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു എട്ടാമത്തെ ചോദ്യം നമ്മൾ 9-ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. നമുക്ക് 2021 ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ അത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് 2022 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2023 വന്നിട്ടുണ്ട്, 2022 വന്നിട്ടുണ്ട്. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണെന്നാണ് ചോദ്യം. ഹരിഹരന് ബുക്കന്, ബാബർ, അക്ബർ, ശിവാജി, ബാലാജി വിശ്വനാഥ്, രാജരാജനും രാജേന്ദ്ര ചോളനും. ആരാണ് വിജയനഗര സാമ്രാജ്യം? ഹരിഹരനും ബുക്കനും സഹോദരങ്ങളാണ്. സംഗമ ഡൈനാസ്റ്റി, സംഗമ രാജവംശത്തിൽപ്പെട്ട ആൾക്കാരാണ് അവര്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. സംഗമ, സലുവ, തുളുവ, അരവിഡു, ഇങ്ങനെ 4 ഡൈനാസ്റ്റികളാണ് ഈജിപ്ത് ഇവിടെ വിജയനഗരയിൽ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യം സംഗമ, പിന്നെ സലുവ, പിന്നെ തുളുവ, പിന്നെ അരവിഡു. ഈ തുളുവ ഡൈനാസ്റ്റിയിൽ പെട്ട ആളാണ് നമ്മളെ കൃഷ്ണദേവരായനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ബാബറും അക്ബറും മുഗൾ ചക്രവർത്തിമാരാണ്. ശിവാജി മറാത്ത എംപയർ ആണ്. രാജരാജനും രാജേന്ദ്രനും ചോള രാജവംശമാണ്. അത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാൻ മറക്കരുത്. ഓക്കെ, ശ്രദ്ധിക്കാം. ഇതും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മള് എക്സാമുകൾക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോ 2021, 22, 23 3 വർഷങ്ങളിൽ അടുപ്പിച്ച് ഈ ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണെന്നാണ് ചോദ്യം. ആരാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്? ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആരാണ്? നിങ്ങൾക്കറിയാം ആരാണ്. ഡൽഹൌസി ആണ്. നമ്മളത് ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്. 1846 അധികാരത്തിലോട്ട് വന്ന വൈസ്രോയി ആണ്. 46 to 56 വരെയൊക്കെ അധികാരത്തിലിരുന്ന വൈസ്രോയി ആണ് ഡൽഹൌസി. അപ്പൊ ഡൽഹൌസിയുടെ സമയത്താണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാൻ മറക്കരുത്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അക്ബർനാമ ആരാണ് രചിച്ചിട്ടുണ്ടായിരുന്നതാണ് ചോദ്യം. നമ്മളത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. അക്ബർനാമ രചിച്ചിട്ടുണ്ടായിരുന്നത് അബുൽ ഫസൽ ആണ്. അക്ബറിന്റെ കൊട്ടാരത്തിലെ സദസ്യനായിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് അബുൽ ഫസൽ. അപ്പൊ അബുൽ ഫസൽ ആണ് അക്ബർനാമ എന്ന് പറയുന്ന അക്ബറിന്റെ ചരിത്രം പറയുന്ന ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ അഗെയിൻ ഇതും ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ആരാണെന്നാണ് ചോദ്യം. 1828 ബ്രഹ്മസമാജം രൂപീകരിക്കുന്നത്. ആരാണ് രൂപീകരിച്ചിട്ടുണ്ട്? ഹൂ ഫൗണ്ടഡ് ദ ബ്രഹ്മസമാജ്? രാജാറാം മോഹൻ റോയ്, ആനി ബെസന്റ്, സ്വാമി വിവേകാനന്ദ, വീരശലിംഗം. ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കാം. ആനി ബെസന്റ് നമ്മളെ തിയോസഫിക്കൽ സൊസൈറ്റി, പിന്നെ സ്വാമി വിവേകാനന്ദ രാമകൃഷ്ണ മിഷൻ, വീരശലിംഗം ഹിതകരണി സഭ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാൻ മറക്കരുത്. ഹിതകരണി സഭ, വീരശലിംഗം ആന്ധ്രാപ്രദേശുകാരനാണ്. സ്വാമി വിവേകാനന്ദ രാമകൃഷ്ണ മിഷൻ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ 1880 ആ ഒരു സമയത്താണ് പുള്ളി രാമകൃഷ്ണ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആനി ബെസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഭാഗമായിക്കൊണ്ട് വേൾഡ് പാർലമെന്റിലൊക്കെ ആനി ബെസന്റ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 1892 അതേ പാർലമെന്റ്, വേൾഡ് പാർലമെന്റ് ഓഫ് റിലീജിയനിൽ തന്നെയാണ് നമ്മളെ സ്വാമി വിവേകാനന്ദനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു 2022 ചോദ്യങ്ങൾ, ഹിസ്റ്ററിയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ. സോ നമ്മൾ ഇതുവരെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. സോ ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇതുവരെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന ഏരിയാസ് ഒക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ അതൊക്കെ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോവുക.
ഇത് ഇമ്പോർട്ടന്റ് ആണ്. സോഷ്യൽ റിഫോം മൂവ്മെന്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. റെനൈസൻസ്, പിന്നെ റിവർ വാലി സിവിലൈസേഷനുകൾ, ഫ്രീഡം സ്ട്രഗിൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വരുന്ന ഏരിയാസ്. ഓക്കെ, അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. സോ ഇന്നത്തെ ഒരു ക്ലാസ് എന്നോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.